ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോള മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേരും ഇടിയൻ ചന്തു എന്ന സിനിമയുടെയാണ്. പടത്തിൽ അഭിനയം ചെയ്യുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ജയശ്രീ ശിവദാസ്, ലന, ശ്രീജിത്ത് രവി, ജോണി ആൻ്റണി, ലാലു ലത്ത്, ഗായത്രി അരുൺ, ചന്ദന, സലീം കുമാർ എന്നിവരാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഐ എം വിജയനുണ്ട് കേട്ടോ, പറയാൻ പറഞ്ഞത് ഐ എം വിജയനുണ്ട്. ഇവരൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടനാടൻ മാർപ്പാപ്പ മാർഗംകളി എന്ന അടിപൊളി പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ശ്രീജിത്ത് വിജയനാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. ഇതിലൊരു പ്രത്യേകിച്ച് പറയേണ്ട സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന വിഘ്നേഷ് വാസു എന്ന് പറഞ്ഞ ഒരാളാണ്. ആൻഡ് സ്റ്റണ്ട് ബൈ നമ്മുടെ പീറ്റർ ഹെഡ് ആണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അഴിഞ്ഞ പടം, അപരാധം ഓൺ പീക്ക്, അതാണ് പറയാനുള്ളത് ഈ സിനിമയെ കുറിച്ച്. പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് പറയാം. എനിക്ക് പറയാനുള്ളത് സ്റ്റാർട്ടിങ് ഈസ് സൂപ്പർബ്. സ്റ്റാർട്ടിങ്ങിൽ മീൻസ് അച്ഛൻ മരിക്കുന്നു, പിന്നെ അച്ഛനെതിരെ എന്താ അപവാദം പറഞ്ഞാലും അല്ലെങ്കിൽ അമ്മേനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമുണ്ട്, ഇയാൾക്ക് ദേഷ്യം കയറും, അല്ല തല്ലിവൻ ചവിട്ടി കൂട്ടും. അപ്പം ഞാൻ വിചാരിച്ച് ഈ പടത്തിൻ്റെ പേര് ഇടിയൻ ചെന്ന് കേട്ടത് വെറുതെ അല്ല, ഇവൻ വലിയ ഇടിയനാണ് വിചാരിച്ച് അത് പറയട്ടെ വിചാരിച്ച്. പക്ഷേ ഈ സിനിമ സ്റ്റോറിയിലോട്ട് എത്തിയപ്പോഴാണ് ഇതെന്നടാ പണി വച്ചിരിക്കുക. നമ്മൾ നായകൻ്റെ എന്നൊക്കെ അടി വാങ്ങിക്കാൻ നോക്കും, അയാണെങ്കിൽ ചേട്ടനാ ഇവനാന്ന് വിചാരിച്ചിട്ട് തന്നെ മറ്റേ സിബ് കുടുങ്ങിയിട്ട് ഇടാൻ നോക്കിയപ്പോൾ ചോര ആയതാണ്. വീണ് സിബ് കുടുങ്ങിയപ്പോൾ ചോര വീണാണ്. അത് വിചാരിച്ചിട്ട് ഇവള് വിചാരിച്ച് എന്താണ് ഇടിച്ചാന്ന് ഇപ്പോൾ പെയ്യാത്തപ്പോഴേ അവരടിച്ച ഷാബ് പോട്ടത് ഞാൻ എന്തൊന്നും പറയണ സത്യമാണ്. അതും വിചാരിച്ചിട്ട് അവനെ ചവിട്ട് കൂട്ടാൻ പോണ്. അവളാണെങ്കിൽ കരാട്ടെ ജയശ്രീ ശിവദാസിനെ ഞങ്ങൾക്ക് പേര് കേട്ടപ്പോൾ അറിയില്ലായിരിക്കും. നിത്യാരിത്ത നായകൻ സിനിമയും പിന്നെ അതിൽ ഒരു നായിക ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ. പിന്നെ ആക്ഷൻ ഹീറോ ബിജുവിൽ മറ്റേ വന്ദേ മാതരം ആ പാട്ട് പാടിയ കൊച്ചാണ് ഇവിടെ താണ്ടിക്കാൻ അടി. അത് ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അറിയില്ലാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്, സോറി പറഞ്ഞു തന്നെ. അവൻ്റെ അടി വാങ്ങിക്കാൻ നോക്കുമ്പോൾ മറ്റേ ഒരു സാധനം ഉണ്ടോ, മറ്റേ സ്പൈഡർമാൻ്റെ സാധനം, മറ്റേ ആർട്ട് കൊണ്ടുവരുന്നുണ്ട്. സ്പൈഡർമാൻ്റെ ഒക്കെ വാങ്ങിച്ചൊക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. മറ്റേ ഗ്ലാസ് കയ്യിലിരിക്കുകയാണ്, ഗ്ലാസ്സൊന്നും താഴെ വീണ പോലില്ല. അവൻ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവാണ്, അവന് അടി കിട്ടണ പോലും ഇല്ല. അതങ്ങനത്തെ ഒരു ഇത് അവന്. എന്നിട്ട് അടുത്ത സീനിൽ രമേശ് പിഷാരടി വന്നിട്ട് ആക്ടർ ഗാനരചയിതാവ് തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇയാൾ നീ എനിക്ക് ചന്തല്ലേ നീ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേര് സ്റ്റേജ് വന്നിട്ട് ഇവനെ ബിൽഡപ്പ് ഇവൻ ചവിട്ടി കൂട്ടും കാണിച്ച് ശരി വന്നു പോയി. രമേശ് പിഷാരടി ചവിട്ടി കൂട്ടും. പിന്നെ അറിയാല്ലേ രമേശ് പിഷാരടിയുടെ ചില ഇപ്പോൾ ഇറങ്ങണ ചില പടങ്ങളിലൊക്കെ വാഴ ടൈപ്പ് റോളാർ ചെയ്യണം. ഇപ്പം വോയിസ് ഓഫ് സത്യനാഥ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. അതിൽ ഭയങ്കര വാഴേനെ പോലത്തെ ഒരു റോളിലാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അത് ഭയങ്കര നന്നാവുകയുണ്ടായി. അത് റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ക്യാമിയോ ആണ്, അത് അറിവിറ്റ് പറയാൻ മറന്നു. അതാണ് അവളുടെ പേര്, ഞാൻ ലാസ്റ്റ് പറയാൻ മറന്നു, സോറി. പിന്നെ വില്ലൻ കട്ട ഷോക്ക് എന്താണ്ട്. അത് ഞാൻ പോസിറ്റീവ്സ് എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞത് തിരിച്ചെടുത്തേക്ക്, സോറി. ചന്ദനാഥ് ഇവൻ മഞ്ഞുമൽ ബോയ്സിൽ ഓക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, സമ്മതിച്ച്. പക്ഷേ ഈ പടത്തിൽ വില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചെറുക്കനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇവൻ എന്ത് തേങ്ങ കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അമ്മാതിരി വൃത്തികെട്ട വില്ലന്മാരായിരുന്നു ഈ പടത്തിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് ശ്രീജിത്ത് വിജയൻ്റെ പടമാണ് അങ്ങേരുടെ പടം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു
ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ പ്രൈമിൽ അടപ്പുണ്ട്, പ്രൈമിലാണ് കണ്ടത്, പ്രൈമിലിരുന്ന് കണ്ടത്. പക്ഷെ എനിക്ക് ഈ പടം അത്രയും ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ ആയിട്ട് കണ്ടത്, ഞാൻ പറയാം, ഇന്നലെ അല്ല, ഇന്ന് വീട് വന്നിട്ടെന്തോടെ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് അത്രയൊന്നും പിടിച്ചിട്ടില്ല സിനിമ. പിന്നെ ഞാൻ പോസിറ്റീവ്സ് എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറയാൻ മറന്നുപോയി, സോറി. ആകെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റാർട്ടിങ് കൊള്ളായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ മറ്റേ വെനഡിയനാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചന്തുന്ന എന്തിനാണ് പേരിട്ടിരിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നൈസായിരുന്നു. പിന്നെ മീൻസ് ശ്രീവദാസിൻ്റെയും വിഷ്ണു കൃഷ്ണൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്, അത് നൈസായിരുന്നു. വേറെ ഒരു പോസിറ്റീവ് ഇല്ല ഇവിടെ. പിന്നെ ലാലലച്ചൻ്റെ ക്യാരക്ടറും സൂപ്പർബായിരുന്നു, ബാക്കിയെല്ലാം ശോകമാണ്. പിന്നെ ഒരു സീനുണ്ട്, ഹൈലൈറ്റ് നെഗറ്റീവാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ ഗായത്രി അരുൺ മീൻസ് ടീച്ചറാണ് ഈ സിനിമയിൽ. മീൻസ് ഗായത്രി അരുൺ മീൻസ് നമ്മുടെ പരസ്പരത്തിൽ ദീപ്തി, അവരാണ്. അവർ കൃഷ്ണനെ കാണുമ്പോൾ നീ ഏതാ, ഞാൻ അവിടെ പുതിയ എന്ന് പറയുവാൻ പറയും. അപ്പോൾ ഇവൻ നീ എവിടെ നിന്നുള്ള കൊച്ചി പണ്ടൊരുത്തി. അത് കേട്ട ഉടനെ കൊച്ചിയെന്ന് കേട്ടപ്പോൾ തന്നെ പാക്കറ്റ് നാക്കല് ഉള്ള ഷർട്ടിൻ്റെ പോക്കറ്റ്, പാൻറ്റിൻ്റെ പോക്കറ്റ്, എല്ലാ പോക്കറ്റിലും എടുത്ത് നോക്കല് ഇവൻ 5 ഉണ്ടോന്ന് ഇത്രയും പൈസ കണ്ടിട്ട്. അടി എന്നടത്, എന്നിട്ടും അയ്യം വിജയൻ എടുത്ത് നോക്കുക ഗായത്രി അരുണ്. അതെല്ലാ താളത്തിലൂടെ നോക്ക്, നിങ്ങൾക്കെന്താ ഭ്രാന്താണെന്ന് ഓക്കെ വിടും. പക്ഷെ ആ സീൻ ശോകമാണ്. എനിക്ക് അമ്മ അത് അങ്ങനെ നോക്കുന്നതൊക്കെ എനിക്കും ഇഷ്ടമല്ല. അതെന്തിനാണ് അങ്ങനെ നോക്കുന്നതെന്ന് ചിലവർ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് എങ്കിലും ആവട്ടെ. പക്ഷെ അത് ബോയ്സ് തരാൻ നോക്കണമെങ്കിൽ പിന്നെയും സഹിക്കിച്ച്. ഇതിപ്പോൾ അത് അവരുടെ ഡ്യൂട്ടി ആയതുകൊണ്ടായിരിക്കും അത് വിടണം, എനിക്ക് കാര്യം പറയണില്ല. പിന്നെ വേറെ ഒന്നുമില്ല. മ്യൂസിക്കും ബീജിയും. മ്യൂസിക് നൈസായിരുന്നു, മ്യൂസിക് നൈസായിരുന്നു, ഞാൻ വീണ്ടും പറയും മ്യൂസിക് നൈസായിരുന്നു. ബട്ട് ബീജിയം ഈസ് വെരി പുവർ. മീൻസ് കട്ട ഷോ ബീജിയമാണ് അവരെടുത്ത് വെച്ചാണ്. പിന്നെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞില്ല പി ട്രെയിനാണെന്ന്. ഈ സ്റ്റാൻഡൊക്കെ അങ്ങനെയാണത് തോന്നേ ഇല്ല. അതൊരു കോമഡി സ്റ്റാൻഡാണ് സിനിമയിൽ ചെയ്യണത്. മീൻസ് സ്റ്റാർട്ടിങ്ങിൽ ആ സ്റ്റാൻഡൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ക്ലൈമാക്സ് സീൻ, ഫൈറ്റ് സീൻ, പൊന്നോ കോമഡി. ഇൻ്റർവെൽ പഞ്ചിൽ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ അതിലാട്ട് വല്ല കോമഡി. ക്ലൈമാക്സ് മറ്റേ ഇൻ്റർവെൽ സീനിൻ്റെ മറ്റേ ചന്ദനത്തിനെ കിണറ്റിലെടുത്തെറിയും, എന്നിട്ട് ഇവർ രണ്ടുപേരും കിണറ്റിലോട്ട് വീഴും. മറ്റേവനാണെങ്കിൽ സിമ്പിളായിട്ട് ഇറങ്ങി വരും, മറ്റേവനാണെങ്കിൽ മീൻസ് കൃഷ്ണൻ സിമ്പിളായിട്ട് കയറി വരും. ഞാനാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്താ പൊക്കിങ് കൊണ്ട് വരണത്. കഷ്ടം. ഇന്നാതൊരു അഴിഞ്ഞ വില്ലനെ ഞാൻ കണ്ടിട്ടില്ല, സത്യം. പിന്നെ വേറെ ഒന്നും ഇല്ലടി. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്പോയിലേഴ്സ് പറയാനുണ്ട്. ഇത് സ്പോയിലർ അലേർട്ട് ഞാൻ പറയാം. പിന്നെ ഭാഗ്യ പിന്നീടുള്ള കാര്യങ്ങൾ ഫുള്ള് സ്പോയിലറാണ്. ഒരു വയ്യാത്ത ചെറുക്കനുണ്ട്, അത് അവൻ്റെ അഭിനയം നൈസായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സ്പോയിലറാണ്. എല്ലാവരും അവരുടെ ഗോസ്റ്റാണ് അവർ അഭിനയിച്ചിരുന്നത്. മീൻസ് വിഷ്ണു കൃഷ്ണൻ്റെ ഇത്ര നാളും ഞാൻ ഗോസ്റ്റ് ക്യാരക്ടർ എന്ന് വിചാരിച്ചൊരു ക്യാരക്ടർ വെടിക്കെട്ടിലെ ക്യാരക്ടറാണ്. മീൻസ് വെടിക്കെട്ട് എനിക്ക് സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ആ സിനിമ ഇഷ്ടപ്പെട്ടുണ്ടാകും, പക്ഷെ എനിക്കത് പേഴ്സണലി എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അതും ഇതിലെ ക്യാരക്ടറും വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ബെറ്റർ ദാൻ വെടിക്കെട്ടിലെ ക്യാരക്ടർ എന്നുള്ളതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഊളപ്പാടെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ വെടിക്കെട്ടിന് അത്രയും വല്ല ഊളപ്പാടമൊന്നുമില്ല. കുറച്ചുകൂടി സ്ക്രീൻ പ്ലേ കുറച്ചുകൂടി നല്ലതാക്കുക, സ്റ്റോറിയും കുറച്ചുകൂടി നന്നാക്കായിരുന്നു. മീൻസ് കേട്ട് അടുത്തൊരു സാധനമാണെങ്കിൽ അതൊരു സ്ക്രീൻ പ്ലേയിലൂടെ മര്യാദയ്ക്ക് എടുത്തിരുന്നെങ്കിൽ സൂപ്പർബായി തന്നെ. പക്ഷേ വർക്കായില്ലടി. സിനിമാറ്റോഗ്രാഫി ഷോ വീഴുന്നുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയത്. സിനിമാറ്റോഗ്രാഫി ഷോ എഡിറ്റിങ് എല്ലാ ക്രൂവും അവരുടെ ഗോസ്റ്റിനാണ് അവർ സബ്മിറ്റ് ചെയ്യണത്, അതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോൺസും പിന്നെ എനിക്ക് പോസിറ്റീവ്സ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വയ്യാത്ത ചെറുക്കൻ, പിന്നെ നായിക കെമിസ്ട്രി മീൻസ് വിഷ്ണു അന്വേഷണൻ്റെയും ശിവദാസിൻ്റെയും കെമിസ്ട്രി, പിന്നെ സ്റ്റാർട്ടിങ് ഒക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ സോങ്സും ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാം ശോകമാണ്. കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പഴയ വീഡിയോയിലിരുന്ന് കാണുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ കാണാം. ഞാൻ ടെലിഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇനി വല്ല പറയാനില്ലടേ. ഞാൻ കുറച്ചും കൂടി തെറി വിളിയും കൂടി ഉണ്ടാവും. തെറി വിളിക്കേണ്ടി വരും, കാരണം അത് ഞാൻ ഇപ്പോൾ ഓൾറെഡി പിന്നെ തെറി വിളിക്കേണ്ടി വരും. ക്ലൈമാക്സ് ഫൈറ്റ് ശോകമായിരുന്നു ഞാൻ പറഞ്ഞല്ല. അതിൻ്റെ കുറച്ച് കാപ്പടിയൊക്കെ ഉണ്ട്, അത് പറയാതിരിക്കണ ഭേദം എന്നുള്ളതുകൊണ്ട് ഞാനത് പറയണില്ല. അതിനെക്കുറിച്ച് ശോകം മാത്രമേ ഞാൻ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.